നമുക്ക് ശബരിമലയിലേക്ക് പോകാൻ പാണ്ടിത്താവളത്തിന് വാട്ടർ ടാങ്കിന് സമീപമാണ് ഈ പാമ്പിനെ കണ്ടത്. വനം വകുപ്പ് സംഘമെത്തി പാമ്പിനെ പിടികൂടാനുള്ള ശ്രമം അവിടെ തുടരുകയാണ്. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ നമ്മൾ കണ്ടിരുന്നു, ആ മരത്തിന്റെ പൊത്തിനകത്തേക്ക് പാമ്പ് കയറി പോയിരുന്നു. പാമ്പിനെ ഒരു പിടുത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. സോണൽ കൃഷ്ണയുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. സോണൽ, പാമ്പിനെ പിടികൂടിയോ? പൂർണ്ണമായിട്ടും മാളത്തിനകത്ത് നിന്ന് പൊത്തിനകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തോ? അക്ഷയ, ഇല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ പൊത്തിനകത്താണ് ആ പാമ്പ് ഇപ്പോഴും ഉള്ളത്. അതിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് അതിനെ വാലിൽ പിടിച്ച് പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നു. പക്ഷേ അത് പരാജയപ്പെടുകയായിരുന്നു. ഒരുപക്ഷെ അതിന് മുറിവേൽക്കണ്ട എന്ന് കരുതിയിട്ടാവാം ഒരുപക്ഷെ ഈ റെസ്ക്യൂ സംഘം അതിനെ വിട്ടയച്ചത്. ഇപ്പോൾ നമ്മളുമായി അവർ സംസാരിച്ചപ്പോൾ മരത്തിൻ്റെ പൊത്തിന് മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്ന് പറഞ്ഞു. അല്പസമയം മുമ്പ് അവർ ആ പൊത്തിൽ ടോർച്ചടിച്ചും മറ്റും നോക്കിയിരുന്നു. പക്ഷേ താഴത്തൊന്നും ഈ രാജവെമ്പാല ഇല്ല. അത് ഈ പരിസരത്ത്, അതായത് മരത്തിൻ്റെ മുകളിലേക്ക് പോകാൻ ഒരു പക്ഷേ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും റെസ്ക്യൂ സംഘങ്ങളും ഇവിടെ കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. വേണ്ട ഉപകരണങ്ങളും മറ്റുമെല്ലാം കരുതിക്കൊണ്ട് നിരീക്ഷിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു പക്ഷേ ആ പൊത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ ആ രാജവെമ്പാലയെ പിടികൂടാൻ വേണ്ട എല്ലാ കാര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. നമുക്കറിയാം, ഇവിടെ നിന്ന് ഏകദേശം 100 മീറ്റർ മാറിയാണ് പുല്ലുമേട് വഴി വരുന്ന അയ്യപ്പന്മാർ പോകുന്ന വഴി. അതായത് പുല്ലുമേട് വഴി വരുമ്പോൾ ലാസ്റ്റുള്ള ചെക്ക് പോസ്റ്റ് തൊട്ടരികിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പാണ്ടിത്താവളത്തിന് തൊട്ടരികിലാണ്. അത് ഇവിടെയുള്ള ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിലാണ് അത് പെടുന്നത്. ഉടൻ തന്നെ വിവരം അറിയിക്കുകയും റെസ്ക്യൂ സംഘം എത്തുകയും അവർ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം അവരുടെ കൺമുമ്പിൽ നിന്ന് തന്നെയാണ് ഈ മരത്തിന്റെ പൊത്തിലേക്ക് പോകുന്നത്. ഏറെ നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് അവർ നിരീക്ഷിച്ചു വന്നു. ഇതിനിടയ്ക്കാണ് ആ പാമ്പ് രാജവെമ്പാല പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ അതിനെ പിടിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ നോക്കി. പക്ഷേ അതിന് എന്ന് കരുതിയിട്ട് അവൻ ഒരു വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അത് ആ പൊത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സ്നേക്ക് റെസ്ക്യൂ സംഘങ്ങളൊക്കെ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അക്ഷയ, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പാമ്പിനെ പിടികൂടാൻ പുറത്തേക്ക് പൊത്തിനകത്ത് വലിക്കാനും പറ്റില്ല. ഇതിൽ ആ ശ്രമം അവിടെ തുടരുന്നു. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വനമേഖലയാണ്, ശബരിമലയാണ്, കാനന മേഖലയാണ്, നമുക്കറിയാം. എന്തായാലും പാമ്പിനെ പിടികൂടേണ്ടതുണ്ട്. അവിടെയുള്ള തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. വനംവകുപ്പിന്റെ ശ്രമം ഇപ്പോഴും തുടരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് സോണൽ പങ്കുവയ്ക്കുന്നത്.